ഗൈസ് വീണ്ടും നമ്മുടെ യാത്ര തിരിച്ച് നമ്മൾ കുറച്ച് പൈനാപ്പിളും മോരും വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മൂന്നാർ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ തൂക്കുപാലം കാണാൻ പോയി. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു പാലമായിരുന്നു. ഇതിന് രണ്ടൊരു കമ്പി ഉണ്ട് കേട്ടോ. ഈ കമ്പിയാണ് ഇതിൻ്റെ ഉറപ്പ്. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നമ്മൾ എക്കോ പോയിന്റ് പോയി. ഈ എക്കോ പോയിന്റിന് ഒരു കഥയുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് കൂക്കിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ ആ പാറക്കെട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ കൂയി കൂയി അതേപോലെ തന്നെ പേരൊക്കെ വിളിച്ചുള്ളൂ. അത് കറക്റ്റായിട്ട് നമുക്ക് ആ പാറയും അടിച്ചിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതേപോലെ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു, അവിടെ പോയി. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതൊരു ബംഗാളി ആയിരുന്നത് ഡാൻസ് കളിച്ച്. അതിൻ്റെ വീഡിയോ ഞാൻ ചെറുതായി വെറുതെ എടുത്തു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ്. ശരിക്കും പറയാമല്ലോ, മൂന്നാറത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡാണ്. കാരണം ഒരുപാട് ഈ മായം ചേർക്കാത്ത ഫുഡായിക്കണം, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പോൾ നാടൻ ഫുഡ് കഴിച്ചു. അതിനുശേഷം നമ്മൾ മനുവേട്ടൻ്റെ അമ്മ വീട്ടിൽ പോയി. അത് അവിടെ ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല, പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഒത്തിരി പൂക്കളുണ്ട്. അതേപോലെ തന്നെ കയ്പക്ക കൃഷി ഉണ്ടായിരുന്നു, അത് കണ്ടു. ഇത് 10 മണിയാണെന്നറിയാം. അതിന് ശേഷം തന്നെ ആളുടെ അമ്മ നല്ല തേനുണ്ടാക്കും. ഈ തേൻ ഇങ്ങനെ കൂടുകൾ ഇങ്ങനെ വെച്ചിട്ട് തേനീച്ചനെ വളർത്തിയിട്ടാണ് ഇവർ ഈ തേനുണ്ട്. ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാണ്. ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആളിത് കുടിക്കാൻ തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഏലക്കായ ഇതാണ് കേട്ടോ. ഇപ്പോൾ സീസണല്ല. പിന്നെ ഇത് കാണുന്നതാണ് കാപ്പിക്കുരു. നമ്മൾ കാപ്പിക്കുരു കണ്ടു, അതേപോലെ തന്നെ ഏലക്കായ കണ്ടു. ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഉള്ള വീട്ടിൽ. കാപ്പിക്കുരു ഒക്കെ പറിച്ചു നോക്കിയിട്ട് ആളെന്നെ നമുക്ക് പൊട്ടിച്ച് തന്നു. ഇത് പൊട്ടിച്ചിട്ട് ഇത് എങ്ങനെയാണ് കാപ്പിക്കുരു ഉണ്ടാവണത്, ഇതിൻ്റെ ഉൾഭാഗം എല്ലാം നമുക്ക് മനോട്ടൻ തന്നെ കാണിച്ചു തന്നു. ആൾ നല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആൾ അടിപൊളിയാണ്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതൊരു പ്രത്യേക തരം പഴമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഞങ്ങൾക്കിത് കഴിക്കാൻ വേണ്ടി അമ്മ തന്നതാണ്. ഞങ്ങൾ ആ ഒരു പ്ലേറ്റ് മൊത്തം കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് പോയി. അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.